ഇനി രണ്ടും മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കിയാലോ. ഇപ്പം ഇവിടെ തന്നെ തന്നിട്ടുണ്ട് 6 2/3 അതുപോലെ തന്നെ 3/11 തന്നിട്ടുണ്ട് അല്ലേ. ഒരു എക്സാമ്പിൾ മക്കൾക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റീറൈറ്റ് ദ മിക്സ്ഡ് ഫ്രാക്ഷൻ ടു ദ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മളവിടെ ചെയ്യേണ്ടത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായി, നമുക്ക് ഈസി ആയിട്ട് ഇൻറ്റു ചെയ്യാൻ കഴിയും. നമുക്കൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ഇപ്പോൾ 1 1/2 ആണെങ്കിൽ മക്കൾസെ നോക്കിയേ, 1 1/2 ആണെങ്കിൽ 1 1/2 ആണെങ്കിൽ 1 1/2 ഇൻറ്റു 3 1/2 ആണെന്ന് വിചാരിക്കാം. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മാറ്റണം. അപ്പോൾ താഴോട്ട് മൾട്ടിപ്ലൈ, എന്താ മുകളിലോട്ട് പ്ലസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/2 എന്ന് കിട്ടും. 1.5 എന്ന് പറയുന്നത് 1.5 എന്ന് പറയുന്നത് എന്താണ്, 3ൻ്റെ പകുതി തന്നെയല്ലേ. ഓക്കെ, പിന്നെ 3 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പോൾ 7/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 7 × 3 21 21/4 എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും, ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. മിസ്സിൻ്റെ മക്കൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ മക്കൾസ്, ഇനിയിപ്പോൾ ഒരു ഹോൾ നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. ഹോൾ നമ്പർ ആണെങ്കിൽ ഇതൊന്നുമല്ല. ഇപ്പോൾ ഇവിടെ 3 ടൈപ്പും കൊടുത്തിട്ടുണ്ട്. 2 നമ്പർ മാത്രമാണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ് ഫ്രാക്ഷൻസ് ആണെങ്കിലും കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഒരു നമ്പർ ആണെങ്കിൽ എന്താ ചെയ്യുക മക്കളെ, നമ്പർ ആണെങ്കിൽ സിമ്പിളാണ്. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്, 3/8 ഇൻറ്റു എന്താണ്, 3/8 ഇൻറ്റു 2 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വേൾഡിലുള്ള ഏത് നാച്ചുറൽ നമ്പർ ആയിക്കോട്ടെ, എന്ത് നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ താഴെ ബൈ 1 ഒളിച്ച് കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈസി അല്ലേ, നേരെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ പോരെ, സിമ്പിളല്ലേ. അപ്പോൾ 3 × 2, അപ്പോൾ എന്താണ് 3 × 2 6, 3 × 2 എത്രയാണ് മക്കൾ, 6, 8 × 1 8. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സിമ്പിളാക്കാമല്ലേ. കാരണം രണ്ടും 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ട്. രണ്ടുപേരും 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടും, 3/4 എന്ന് കിട്ടും. സിമ്പിളല്ലേ, ഈസി ചാപ്റ്റർ അല്ലേ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയൊരു ക്വസ്റ്റ്യൻ. ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്റ്റ് a 1/4 kilogram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 pieces together? What is the weight of 4 such pieces? What is the weight of 6 such pieces? ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഓരോ പീസ് പംകിന് വെയിറ്റ് എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്?